അപ്പൂപ്പനായിരുന്നു തുടങ്ങിയത്. അച്ഛൻ്റെ അച്ഛനായി, അച്ഛനായി, ഇപ്പം ഞാനായി. നാലാമത്തെ തലമുറയാണ്. നാലാമത്തെ തലമുറ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇങ്ങ് വന്നേക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷം പറയാനാണെങ്കിൽ അവർക്ക് തന്നെ ഓർമ്മയില്ല. കാരണം നാലാമത്തെ തലമുറയിലെ ആളാണ് ഇപ്പോൾ കട നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു വളരെ നാട്ടുമ്പുറമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ചായക്കടയാണ്. 11 മണി, പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയിട്ട് 11 മണിയാകുമ്പോഴേക്കും അടയ്ക്കും. അപ്പം, പുട്ട്, ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ വില കുറവിലൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഏറ്റെടുത്തിട്ട് എത്ര നാളായി? ഞാൻ ഏറ്റെടുത്തിട്ട് ഒരു 10 വർഷത്തിന് മുകളിൽ. അച്ഛൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്നത് അല്ലേ? ഇപ്പം എന്തൊക്കെയാ കൊടുക്കുന്ന ഭക്ഷണം? ഇപ്പോൾ ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട്. രാവിലെ മാത്രമേ ഉള്ളൂ? രാവിലെ 11 മണി വരെ ഉള്ളൂ. കാല് സുഖമില്ലാത്തതുകൊണ്ട് 11 മണി വരെ ഉള്ളൂ. 4:30 മുതൽ 11 മണി വരെ. ഈ ഭക്ഷണമൊക്കെ റെഡിയാവണേ 3 മണിക്ക് മുമ്പ് തന്നെ കഴിച്ച് ശരി എല്ലാം റെഡിയാക്കി വരും. 4:30 ആവും. ചായയും കാപ്പിയൊക്കെ ആവും. വൈകുന്നേരം പിന്നെ ഒന്നുമില്ല? ഇല്ല 11 മണി വരെ. ഞായറാഴ്ച ഉണ്ട്. അതും ഈ സമയം തന്നെ. നമുക്ക് അങ്ങനെ അവധിയൊന്നുമില്ല? ഇല്ല, എല്ലാ ദിവസവും. അപ്പോൾ അച്ഛനൊക്കെ ഉള്ള സമയത്തും ഇതൊക്കെ ഉള്ളൂ? അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഊണൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും ഫുള്ളും ഉണ്ടായിരുന്നു. കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ മാത്രമായി ആയതുകൊണ്ട് അങ്ങനെയാണ് ഈ സമയം കുറച്ച് അതൊരു സുഖം കൂടെ ഇല്ലാതായാലും. അപ്പോൾ നിങ്ങൾ തന്നെയാണോ പാചകവും എല്ലാം? ഞാനും എൻ്റെ ഭാര്യയും അനിയനും കൂടെ. ഈ സ്ഥലത്തിന് പറയണത് തിരുവനന്തപുരം ജില്ലയിലാണ്. പേരകം എന്നാട്ടോ പറയുക. അതായത് നമ്മളെ തിരുവല്ലം പുഞ്ചക്കരി ഭാഗത്താണ് പേരകം. ശിവ ടീ ഷോപ്പ് അങ്ങനെയാണ് പേര്. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ പൈസേൻ്റെ ഇത് നോക്കിയേ. അങ്ങനെ ഒരു കഷ്ണം പുട്ടും ഇത്രയും പയറും ഈ 2 പപ്പടവും കൂടെ ചേർത്തിട്ട് 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ രസവടയുണ്ട്, ചായയുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണെങ്കിലും 50 രൂപ. അപ്പോൾ ഇവിടെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഈ വയലിൽ, ഇവിടെ കുറേ കൃഷിയുള്ള സ്ഥലങ്ങളാണ്, ചീരയും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ വയലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, എന്തെങ്കിലും മറ്റു ജോലിക്ക് പോകുന്നവരൊക്കെ പാഴ്സൽ മേടിക്കാനും ഒക്കെ വരുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. പപ്പടവും കൂടെ ചേർത്ത് കഴിക്കാം. പുട്ടും പയറും പപ്പടവും നല്ല കോമ്പിനേഷൻ അല്ലേ? കടലക്കറി ആയാലും സൂപ്പറാണ്. രസവടയുടെ രസം ഇച്ചിരി ഒഴിച്ചോക്കെ. ആദ്യം ഞാൻ ഇച്ചിരി കുടിച്ചു നോക്കട്ടെ. കൊള്ളാം. ഞാൻ ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഈ പുട്ടിൻ്റെ കൂടെയൊന്നും. അത് കൊള്ളാം. കാരണം ഈ പുട്ട് ഇങ്ങനെ ഒട്ടും ഇതായിട്ടില്ല. എന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കല്ലേ. പുട്ടും പയറും രണ്ടും അങ്ങനെ തന്നെയായിരിക്കണം. പക്ഷേ ഈ രസം ഒഴിച്ചപ്പോഴേ ഒന്ന് കുഴഞ്ഞും കിട്ടി, നല്ലൊരു സ്വാദും അതിൻ്റെ. എന്താണ് ഇതിനോട് ഇത്ര കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാം. ഞാനല്ലെങ്കിലും പരിപ്പ് വടയും, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോവുകയാണ്, എന്ത് പലഹാരം വേണം എന്ന് ചോദിച്ചാൽ പരിപ്പ് വടയാണ് ഞാൻ എടുക്കുക. കാരണം എനിക്ക് പരിപ്പ് വട അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനെ രസത്തിലിട്ട് കുതിർത്തി രസവടയാക്കി കഴിയുമ്പോൾ അതും വലിയ ഇഷ്ടം. അതുള്ള കടയിൽ ചെന്നാൽ ഇന്നേ വരെ ഞാൻ രസവട കഴിക്കാതെ പോകുന്നിട്ട്. ചിലയിടത്ത് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല സ്വാദ്, ചിലയിടത്ത് ഭയങ്കര ഇഷ്ടപ്പെടും. അത് വ്യത്യാസം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. എന്നാലും കഴിക്കാതെ ഞാൻ പോരാറില്ല. ഇവിടെ കാണാൻ തന്നെ നല്ല രസമാട്ടോ. ഇതൊക്കെ ഈ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ ഈ മച്ചൊക്കെ ഇട്ട് തട്ടിടുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറയുക പണ്ട് ഈ കടേൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളം കയറിയ സമയം എത്രയാണെന്ന് വെച്ചാൽ അപ്പൂപ്പനൊക്കെ ഉള്ള സമയം. എന്നിട്ടും ഈ കടയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അതാണ് ഈ പണ്ടത്തെ കെട്ടിടങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇപ്പോഴത്തേക്കാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞപ്പോൾ പോയി ചോദിച്ചാൽ മതി. പണ്ടത്തെ പണികളൊക്കെ അങ്ങനെ ഈ തടികളും ഒക്കെ നന്നായി നിൽക്കുന്നുണ്ട്. ഇത്രയും വർഷം ഇവർ ഈ കടയിലൊന്നും ചെയ്തിട്ടില്ല. അന്ന് മുതലുള്ളതുമാതിരി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ അത്രയും ശക്തിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴേ അന്നത്തെ പണിക്കാരുടെ ഗുണമാണ് അതൊക്കെ. ശരിക്കും ഇപ്പോൾ ഈ രസവടയും ചായയും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ 30 രൂപ മതി ഇവിടെ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നമ്മൾ വരുമ്പോൾ ഒരു 6 മണി ആവണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ സമയം ഈ ബെഞ്ചും ഡെസ്കും എല്ലാം നിറച്ച ആളുണ്ട്. എല്ലാം പ്രായമായിട്ടുള്ള ആളുകളാണ്. അവരപ്പോൾ അത്രയും രാവിലെ ആഹാരമൊക്കെ കഴിച്ച് അവരുടെ അന്നത്തെ ശീലങ്ങളാണ് അതൊക്കെ. അങ്ങനെ കുറേ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലാണ് ഇത്രയും വർഷം പഴക്കമുള്ള കടയെ പറ്റി കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ. നാടൻ രുചികളൊക്കെയാണ്. ഒരു സ്പെഷ്യലും ഇവിടെയില്ല. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.